KMPU കണ്ണൂർ ജില്ലാ സമ്മേളനം ചെറുപുഴയിൽ നടന്നു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കേരള മീഡിയ പേഴ്സൺ യൂണിയൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ചെറുപുഴ ഗ്രാമീണ വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്നു. രക്ഷാധികാരി TV വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയായാലും പ്രാദേശിക ഡിജിറ്റൽ അതുപോലെ തന്നെ പത്രമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി സത്യസന്ധമായ രീതിയിൽ ഇടപെടാനും അവരെ ഉന്നമനത്തിലെത്തിക്കുവാനും വേണ്ടി ഞാനടക്കമടങ്ങുന്ന പീറ്റേട്ടനടക്കമടങ്ങുന്ന 7 പേര് രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് KMPU. അങ്ങനെ 2021 കഴിഞ്ഞ് 2 സംസ്ഥാന സമ്മേളനം നടത്തി. 3ാമത്തെ സംസ്ഥാന സമ്മേളനത്തിനുള്ള തുടക്കമാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്ന നേതാക്കന്മാർ. അതേക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയാണ്. എളിയ രീതിയിലുള്ള ഒരു ജില്ലാ സമ്മേളനം മതിയെന്ന് ഇതിൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ തീരുമാനിച്ചതുകൊണ്ട് അതേ രീതിയിൽ തന്നെ എന്നോട് ജിനോ ഫ്രാൻസിസ് പറഞ്ഞത് വയ്ക്കേണ്ട ഒരു 20-25 മിനിറ്റ് മാത്രമേ ഇന്നത്തെ. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മടവൂർ അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ ബാങ്കാണെങ്കിൽ അവർ കുറെ ദൂരെ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പൊ അതുകൊണ്ട് ഇത്രയും നല്ല ഒരു KMPU സംസ്ഥാന സെക്രട്ടറി സുവീഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. വരും ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിൽ ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും മേഖലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 15-ാം തീയതി സംസ്ഥാന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് കണ്ണൂർ ജില്ലയാണ്. നമ്മൾ തന്നെ വേണം അതിന് മുന്നിൽ നിൽക്കാൻ. അതിന്റെ വിജയത്തിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ സമ്മേളനത്തെ കൂടി മുന്നിൽ കാണുന്നത്. കേരളത്തിലെ മാധ്യമ പ്രസ്ഥാനങ്ങളിൽ പലതും 10ഓളം സംസ്ഥാന സെക്രട്ടറിമാരും 10ഓളം സംസ്ഥാന പ്രസിഡന്റുമാരുമുള്ള, അതായത് 10 ജില്ലകളിൽ 10 സ്ഥലത്ത് 10 പ്രസ്ഥാനമുള്ള, ഒരേ പേരിൽ അറിയപ്പെടുന്ന പ്രസ്ഥാനങ്ങളുടെ നാട്ടിലാണ്. ചെറുപുഴ മേഖലാ പ്രസിഡന്റ് ബിനു സിദ്ധാർത്ഥ്, NGO കൺവീനർ പീറ്റർ ഏഴിമല, അമ്പിളി തോമസ് എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ സെക്രട്ടറി ജിനോ ഫ്രാൻസിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാവിലെ 10-ന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. KMPU ഇരിട്ടി മേഖലാ പ്രസിഡന്റ് തോമസ് അയ്യങ്കാല പതാക ഉയർത്തി. തുടർന്ന് മാധ്യമപ്രവർത്തകർക്കുള്ള ഉത്തരവാദിത്വം എന്ന വിഷയത്തിൽ കവിയും ശില്പിയും ചിത്രകാരനുമായ അനിൽ പുനർജനി ക്ലാസ് നയിച്ചു. പുതിയ ഭാരവാഹികൾ ജിനോ ഫ്രാൻസിസ് പ്രസിഡന്റ്, മടവൂർ അബ്ദുൽ ഖാദർ, അമ്പിളി തോമസ് വൈസ് പ്രസിഡന്റുമാർ, നീതു അശോക് സെക്രട്ടറി, കമാൽ റഫീഖ്, ബിനു സിദ്ധാർത്ഥ് ജോയിന്റ് സെക്രട്ടറിമാർ, സാദിഖ് പുളിങ്ങോം ട്രഷറർ. ഫെബ്രുവരി മാസം കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ വിജയത്തിനായി സ്വാഗത സംഘം കമ്മിറ്റി രൂപവൽക്കരിച്ചു. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.